പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ,
സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയോട് ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ കുറച്ച് ബാക്കി പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഒരു രസമുണ്ടേ, എൻ്റെ പ്രസംഗത്തിന് എന്നോട് വളരെ അടുപ്പമുള്ളവരൊക്കെ വാട്സപ്പ് റിലേഷൻസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഏറ്റവും അടുത്ത സഹപ്രവർത്തകർക്ക് അതുള്ളൂ 10-20 വരെ ഉണ്ടാകാൻ തുടങ്ങണം. അപ്പോൾ അവർ ചിലരൊക്കെ ഇത് ഈ ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ട്. അപ്പോൾ ഒരാൾ കൂടെ പറഞ്ഞേ, അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കാൻ നല്ല രസമാണെന്നത്. അപ്പം ഞാൻ ഇന്നൊരു ജീവിതാനുഭവം പറയാൻ പോയി. ഞാൻ അമ്പലപ്പുഴ ഒരു പള്ളിയിൽ വികാരിയായിട്ടിരിക്കണേ, കുറേ കാലം ഇരുന്നേ അവിടെ. അന്ന് നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയത്തില്ലായിരുന്നു. ഞാൻ അമ്പലപ്പുഴ പള്ളിയിൽ 6 കൊല്ലത്തോളം അവിടെ വികാരിയായിട്ടിരുന്നു. അവിടെ കുറേ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പള്ളിയുടെ ഒരു സ്ഥലമേ കുട്ടനാടൻ പാടശേഖരങ്ങളുടെ കൂട്ടത്തിൽ നടുക്ക് അമ്പലപ്പുഴ പള്ളിക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു നെൽപ്പാടം. അപ്പോൾ പിതാവ് പാസ്റ്റർ വിസിറ്റ് വന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയി. ഇടയ സന്ദർശനം വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ല. അപ്പോൾ നടത്തിപ്പുകാരൻ കൈ ചൂണ്ടി പള്ളിയിൽ നിന്ന് കുട്ടനാടൻ പാടശേഖരത്തിൻ്റെ അരികിൽ പോയെന്ന് വെച്ചാൽ കൈ ചൂണ്ടി ഇന്ന സ്ഥലത്താണ് നമ്മുടെ സ്ഥലം കിടക്കണമെന്ന്. അപ്പോൾ അവിടെ നമ്മുടെ ഈ രേഖയൊന്നുമില്ല. പണ്ട് 945 അപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞ്, അല്ല 45 വർഷം മുമ്പ് നമ്മൾക്ക് ആരോ ഈ ഇഷ്ടദാനം തന്നാണ്. വിൽപ്പത്തത്തിലൂടെ, ഏതോ ഒരു വിൽപ്പത്തത്തിലൂടെ പള്ളിക്ക് ഇഷ്ടദാനം കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ രേഖകൾ അതിനൊന്നുമില്ല. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഞാനുണ്ട്, പിതാവുണ്ട്, ശിവൻ അത്തിപ്പുഴ പിതാവ്, ഇന്നത്തെ ട്രസ്റ്റികളുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് നടക്കുന്ന ഒരു ട്രസ്റ്റിയുണ്ട്, കുഞ്ഞോൻ ചേട്ടൻ എന്ന് പറയും. അപ്പോൾ ഞങ്ങളവർ ഭയങ്കര കമ്പനിയായിരുന്നു. ഇപ്പം ഇല്ല, കർത്താവിൻ്റെ അടുത്തൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ തന്നെ പ്ലാനിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, എപ്പോഴെങ്കിലും ഇതിനൊരു സമാധാനം ഉണ്ടാവും. നമ്മൾ നല്ല 5-6 ഏക്കറുണ്ട്, ചെറിയ കുട്ടനാട്ടിൽ 5-6 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഇത് എൻ്റെ ജപമാലയുടെ സമയത്ത് അപ്പോൾ എനിക്കും വേറെയും കുറേ വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങളെല്ലാം നമ്മൾ അവിടെ ഇടവകയൊന്നും ആളൊന്നും ഇല്ലാഞ്ഞിട്ട് നമ്മൾ പീറ്റർ പിതാവിൻ്റെ കാലത്ത് സ്ഥലം വാങ്ങിച്ചിട്ട് 2.5 ഏക്കർ സ്ഥലം അമ്പലപ്പുഴ ടൗണിൽ വാങ്ങിച്ചിട്ട് നമ്മുടെ ആൾക്കാരെ പലയിടത്തുനിന്നും വീടില്ലാത്തവരെ കൊണ്ടുപോയി അവിടെ വീട് കെട്ടിക്കൊടുത്ത് താമസിപ്പിക്കുകയാണ്. അത്രയും ഭയങ്കര പേഴ്സ പ്രവർത്തനമാണ് നടത്തിയത്. പക്ഷേ അങ്ങനെ കൊടുത്തപ്പോൾ എല്ലാവരും കൊടുത്തു, എല്ലാ ജാതിക്കാർക്കും കൊടുത്തു. അവരാരും നമുക്ക് ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി കൊടുത്തതല്ല. അത് ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരത് അതിനകത്ത് ആനുകൂല്യം കൂട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ കള്ളത്തരമല്ലേ. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മതം മാറ്റാൻ വേണ്ടിയൊന്നുമല്ല. അത് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വെക്കുമ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമ്മൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ അവിടെ പകർച്ച കൊടുക്കും. അങ്ങനെ പല ഹൈന്ദവ സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും ആലപ്പുഴ രൂപത അമ്പലപ്പുഴ ഇടവകയിൽ സ്ഥലവും വീടും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മുസ്ലിംസിലുണ്ട്. ഞാൻ അവിടെ പോകണതാണ്, അവിടെ സന്ദർശിക്കാനൊക്കെ പോകണതാണ്. പലപ്പോഴും നമ്മൾ ഓർക്കണം. ഇപ്പം നിങ്ങളിപ്പോൾ ഈ FCRI എന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ഭയങ്കരമാണ്ട് ക്രിസ്ത്യാനിക്ക് മലമുറത്തെ കാശ്. ക്രിസ്ത്യാനി ചെയ്യണേ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ജോലിയാണ് ചെയ്യണത്. ഇനി FFA എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, അതും ഞാനത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അതും ആർക്കാണ് കൊടുക്കുന്നത്? ക്രിസ്ത്യൻസിനും കൊടുക്കും, ഹിന്ദുസിനും കൊടുക്കും, മുസ്ലിംസിനും കൊടുക്കും. അത് ഫാമിലി FFA ഫാമിലി അസോസിയേഷന് വേണ്ടിയുള്ള സംഭാവനയാണ്. ഇപ്പോൾ ക്രിസ്ത്യാനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ എല്ലാവർക്കും അത് കിട്ടും. അത് പഠിത്തമായാലും കോളേജായാലും ഇതുപോലെയുള്ള സഹായമായാലും കിട്ടും. അപ്പോൾ അത്
ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ നിന്നാൽ മാത്രമേ ഞങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ സുവിശേഷ വിഹിതമാകത്തുള്ളൂ. അതാണ്. അപ്പം ഞാനിത് ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഇഷ്യൂസൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര ആൾക്കാർ ഭയങ്കര വർഗീയതയല്ല അവിടെയൊക്കെ എന്തെങ്കിലും ഒരു അവസ്ഥ കിട്ടാൻ കാത്തിരിക്കുകയാണ് ആൾക്കാർക്ക് വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി. അത് അവരുടെ കസേര വിപ്ലവമാണ്. അതിനകത്തൊന്നും ഞങ്ങളാരും പോയി തലവെക്കത്തില്ല. ലെറ്റ് ദം ഹാവ് ഇറ്റ് ഫോർ ദെയർ കൺവീനിയൻസ്. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാരണം ഈ സ്ഥലത്തിന് നമുക്ക് രേഖയിലല്ല. അപ്പം ഞാൻ നമ്മുടെ അടുത്ത് രേഖയില്ലെന്നേ ഉള്ളേ. ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല എന്നല്ല എൻ്റെ അർത്ഥം, അത് ദൈവത്തിൻ്റെ അടുത്ത് ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി വെച്ചാൽ ഇപ്പം ഈ സ്ഥലം ആൾക്കാർക്ക് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അവർക്ക് അന്ന് പ്രമാണം ചെയ്ത് കൊടുത്തില്ലായിരുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്നത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ 10-14 കൊല്ലം കൊടുത്തു. അപ്പം ഞാൻ ചെന്നപ്പോൾ എല്ലാവരും വന്ന്, ഞാൻ ഈ പ്രാർത്ഥനക്കാരനൊക്കെ കാരണം ഒറ്റയടിക്ക് മറുപടി പറയത്തില്ല. അച്ഛൻ അതിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് ഉണ്ടാകുമല്ലോ വിചാരിച്ചിട്ട് ആൾക്കാർ ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് തോന്നുന്നു, അച്ഛാ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ആനുകൂല്യം ഒരു ആനുകൂല്യം കിട്ടണില്ല അച്ഛാ, ഒരു സെപ്റ്റി ടാങ്ക് പോലും ഞങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റണില്ല അച്ഛാ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ പേര് ഇതാക്കി തരാൻ പിതാവിനോട് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് എനിക്കറിയാം ഇവർ കൊടുത്താൽ ഇവർ ചില ആൾക്കാർ വിറ്റ് അപ്പം തന്നെ രാജ്യം വിട്ടു പോകും, മക്കൾക്ക് അവിടെ പഠിക്കണം ഇവിടെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരപ്പം തന്നെ വിൽക്കും. അതൊക്കെ എനിക്കറിയാം. പിന്നെ കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥയിലാകും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഡൗൺ ചെയ്ത് നിൽക്കുക. എങ്കിലും ഞാനൊരു പണി ചെയ്ത് എന്ത് ചെയ്യുന്നറിയാവോ, അതായത് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ആ പള്ളി ചെന്നപ്പോൾ തന്നെ ചെയ്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൂർദ് മാതാവിൻ്റെ രൂപമാണ്, മാതാവിൻ്റെ രൂപമായിട്ട് അവിടെ ഉള്ളത്. അപ്പം ഞാൻ ലൂർദ് മാതാവിന് എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മാതാവിനോട് കണ്ട് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അമ്പലപ്പുഴ പള്ളിയുടെ വാതിക്കലുടെ ജനൽ തുറന്നിട്ടിട്ട് അൾത്താരയിരുന്ന മാതാവിനെ കൊണ്ടുവന്ന് അവിടെ അകത്ത് പള്ളിയുടെ അകത്ത് ഒരു മേശയിട്ട് പ്രതിഷ്ഠിച്ചു. അപ്പോൾ എനിക്ക് കൈയെത്തി അമ്മയുടെ കാലിൽ തൊട്ടിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകണം. തിരിച്ച് രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെയാണ് ചിലപ്പോൾ കയറി വരുന്നത്. അപ്പോൾ അമ്മയെ കണ്ടിട്ട് അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അമ്മയെ കണ്ടിട്ട് പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ അവരുടെ പ്രൈവറ്റ് റിലേഷൻസാണതെല്ലാം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കൊടിമരം അമ്മയുടെ ഫ്രണ്ടിൽ തന്നെ കൊടിമരമുണ്ട്, ആ കൊടിമരത്ത് നിന്ന് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ആൾക്കാർക്ക് ഒഴുതി ഞാനവിടെ ഫ്രീ ആയിട്ടിരിക്കുന്ന കുറേ സമയമുണ്ടായിരുന്നു. അന്ന് ഇന്നുപോലെ കൃപാസനത്ത് അതുപോലെ തിരക്കൊന്നുമില്ല. എനിക്കിങ്ങനെ വല്ലപ്പോഴും ശുശ്രൂഷയ്ക്ക് ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ ഇവിടെ വന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ അവിടെ തന്നെയായിരുന്നു. അപ്പം ഞാൻ കൊടിമരത്തെ വന്നിരുന്ന് കൊന്തയില്ലും, എന്നിട്ട് പിന്നീട് കൊടിമരത്തെ നിന്ന് മുട്ടിട്ട് നിരങ്ങി അമ്മയെടുത്ത് ചെല്ലും. മുട്ടിട്ട് നിരങ്ങി അമ്മ അപ്പുറം മണമൊന്നും കാണുന്നില്ല, രേഖകളൊന്നുമില്ല, എന്താ നമ്മുടെ സ്ഥലമായിരുന്നത്, കൈവിട്ട് പോയൊരു വിഷമമുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സാബു എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു സഹപ്രവർത്തനമുണ്ട്, ആ ഇല്ലിച്ചലയുള്ളതാണ് മോനിച്ചൻ സാബു. അപ്പോൾ സാബു ഒരിക്കൽ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ നമ്മളുടെ ആ സ്ഥലത്തില്ലേ കുട്ടനാട്ടിൽ അവിടെ വേറെ ഒരു പാർട്ടി അവിടെ വിതക്കണം എന്ന് പറഞ്ഞു. അവരൊരു 2-3 ഏക്കർ നേരത്തെ അവിടെ നിന്ന് കയ്യേറി എടുത്തിട്ടുണ്ട്, ഇതിപ്പോൾ അടുത്ത കൂടി വിതയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനുടനെ ഒരു നീട്ടിപ്പിടിച്ച് കത്തെഴുതി പിതാവിന് കൊടുത്ത്, എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ പിതാവ് തരണമെന്നും പറഞ്ഞു ബിഷപ്പ് ഹൗസിൽ. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പിതാവിന് വിൽപ്പത്തത്തിൻ്റെ ഒരു പേജ് ഫോട്ടോസ്റ്റാറ്റ് കിട്ടി. അത് കണ്ണായ ഒരു പേജ്, പണ്ടെങ്ങാട് കൊടുത്താലേ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ് വിൽപ്പത്തത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അത് ഉടനെ വക്കീലിന് കൊടുത്തു. ബിഷപ്പ് ഉടനെ വക്കീലിനെ വിളിപ്പിച്ച് വക്കീലിന് കൊടുത്തു. വക്കീലത് കോടതി കൊടുത്ത്, അപ്പോൾ ഇനി അത് പോക്കോരോ ചെയ്ത് അളന്ന് ടാക്സ് അടച്ച് ടെസ്റ്റ് ചെയ്ത് വാങ്ങിക്കണം. അതൊന്നും ഭയങ്കര പാടാണ്, കിട്ടത്തില്ല. അപ്പോൾ അതിന് കോടതി എന്ന് ഉടനെ പറഞ്ഞ് ആ വസ്തു നിങ്ങളുടേതാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഡോക്യുമെൻ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ പറഞ്ഞ് നമ്മുടേതാണെന്ന് ആ വസ്തു നമ്മളിപ്പം ഇപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതിന് ഡോക്യുമെൻ്റ് വേണമെന്ന് പറഞ്ഞു. ഇപ്പോഴും നമ്മൾ ആ വസ്തു നമ്മുടെ കൈകാര്യത്തിലാണ് ഡോക്യുമെൻ്റ് കൊണ്ട് വേണമെന്ന്. അപ്പോൾ എന്ത് ചെയ്യാനാണ്, ആ വസ്തു ഒരു ട്രാക്ടറിനെ വിളിച്ച് ആ വസ്തു ഈ പാടത്തിന് കണ്ണെത്താ ദൂരത്ത് കിടക്കുകയാണത്, നോക്കത്താ ദൂരത്ത് കിടക്കുകയാണ്.
അവിടെ നമ്മൾ ഇന്ത്യ എങ്ങനെയെങ്കിലും ചെല്ലണം. അവിടെ എന്നിട്ട് ട്രാക്ടറിനെ വിളിച്ച് അവിടെ പോയി അത് ട്രാക്ടർ ഓടിച്ച് നമ്മളവിടെ നിർത്തി, അച്ഛനെ ഈ ലോഹയിട്ട് അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് കോടതി കൊടുക്കണം. സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ അവർ യൂസേജ് കൺട്രോൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതത്ര പെട്ടെന്ന് നടക്കണ കാര്യമല്ല. കാരണം ആ സ്ഥലത്തുള്ള എല്ലാം ഒരു പ്രത്യേക പാർട്ട് കൈകാര്യം ചെയ്ത് കയറിയെടുത്ത് വയ്ക്കണം. ഇത് മിച്ചഭൂമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ തെറ്റിദ്ധാരണ അടിച്ച് ഏൽപ്പിച്ചിട്ട് ഇതവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ തലവെട്ടം അവിടെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുകയും ഇല്ലാത്ത ഇഷ്യൂ ഉണ്ടാകുകയും ചെയ്യും. അപ്പം അതിന് ഞാനവിടെ ചെല്ലുമ്പോൾ കർത്താവ് ഒരു പണി ചെയ്ത് എന്താണെന്നറിയാമോ? അതായത് ചുറ്റുവട്ടത്ത് ഭയങ്കര മഴ. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് സംഭവം. അവിടെ വല്ല വെയില വല്ല ഉണ്ടെങ്കിൽ ആൾക്കാരെല്ലാം എന്നെ കാണുമ്പോൾ ഓടിക്കോളും. അപ്പോൾ ഭയങ്കര മഴ. പക്ഷെ ഒരു കാര്യമുണ്ട്, മഴയാണെങ്കിലും ആ പാടശേഖരനൊന്നും ട്രാക്ടർ കാണാനില്ല. അപ്പം ഞങ്ങൾ എന്ത് വെച്ചാൽ, ഞാൻ കുഞ്ഞുചേട്ടനും കൊന്തയുടെ ആളാണ്. ഞങ്ങൾ രണ്ടും കൂടി നേടി മഴയത്ത് നിന്നുകൊണ്ട് കൊന്തയിൽ ചെയ്യണം അവിടെ. കാര്യം എന്താ എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല. അപ്പോൾ കൊന്ത ചെല്ലണ സമയത്തുണ്ടല്ലോ, കൊന്തയിൽ തീരാകുമ്പോൾ ഈ മഴയുടെ ഈ മഴ നിഴലില്ലേ, ഒരു 2-3 കിലോമീറ്റർ അകലെ ഒരു നിഴൽ പോലെ ട്രാക്ടർ ഓടുന്നുണ്ട്. അത് മാതാവ് കാണിച്ചു തന്നാണ്. അപ്പോൾ ആ ട്രാക്ടറിനെ വിളിക്കണം. പക്ഷേ നമ്മുടെ നമ്പറൊന്നും നമുക്ക് ആ സ്ഥലത്ത് ഞാൻ ആദ്യം ചെല്ലുകയും നമ്മുടെ നമ്പറൊന്നുമില്ല. അപ്പോൾ ആ വഴിക്ക് കൂടി തന്നെ കുടയും ചൂടി പോകണം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ആ ട്രാക്ടറിൻ്റെ നമ്പർ കിട്ടാൻ എവിടെ വല്ല മാർഗമുണ്ട്? അപ്പോൾ അയാൾ പറഞ്ഞത് മോട്ടോർ പേരെ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ മഴയത്ത് മോട്ടോർ പേരിലോട്ട് നടന്ന് മോട്ടോർ വരെ ചെന്നപ്പോൾ ആ ട്രാക്ടറിൻ്റെ നമ്പർ കിട്ടി. ഞങ്ങൾ ഈ മഴയത്ത് അയാളെ വിളിച്ചു. വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞ്, അങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല, നമ്മൾ സ്ഥിരം കുറ്റികളല്ലല്ലോ. ഇവിടെ ഞാൻ ഏറ്റവും കുറേ സംഭവങ്ങളുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, മഴയത്ത് വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. തന്നെയല്ല, ആ സ്ഥലം ഇന്ന ആൾക്കാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊരു തർക്കപ്പുരയിടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ സ്ഥിരമായിട്ട് അവിടെ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ട്രാക്ടറുകാരനാണ്. അപ്പം എൻ്റെ മാതാവ് എനിക്ക് തന്നൊരു അതാണ്ട് ഇത് ഈ പ്രേയർ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ഉടനെ പറഞ്ഞു, ചേട്ടാ ഒരു 10 മിനിറ്റ് വന്നാൽ മതി, 1 മിനിറ്റിന് ചേട്ടന്. അപ്പോൾ ഒരു 10 മിനിറ്റ് വന്നാൽ മതി, ചേട്ടന് 5000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പുള്ളിക്ക് മനസ്സിലായി സീരിയസ് ആണ്, നമ്മൾ ആത്മാർത്ഥമുള്ളവരാണ് മനസ്സിലായത്. നോക്കട്ടെ, മഴ ഒന്ന് തോരട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ചെറിയൊരു മഴ തുറന്നപ്പോൾ തന്നെ പുള്ളി 10 മിനിറ്റ് അപ്പോൾ കാര്യമല്ലേ. ഞങ്ങളിവിടുന്ന് ഈ മഴയത്ത് ഈ കുറേ പോകണം, അതിൻ്റെ അകത്ത് 1.5 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ഞാൻ ലോഹയൊക്കെ ഊരി തയ്യൽ ഓല കെട്ടി വെച്ചിരിക്കുക. താഴെയുടെ നനഞ്ഞ് കുതിർന്നു പോയി. പിന്നെ ഈ പാൻസ് ഇട്ടുകൊണ്ട് ഇറങ്ങി ഈ പാടശേഖരത്തിൻ്റെ വരമ്പിൽ കൂടി പോവുകയാണ്. നല്ല മഴയാണ്. പിന്നെ കുറേ വരമ്പ് ചിലപ്പോൾ കുഴമ്പില്ല. അവിടെ പിന്നെ നമുക്ക് ഇങ്ങനെ അരവപ്പം ഈ മുട്ടപ്പം വെച്ച് നീന്തി പോയി. പക്ഷെ അവിടെയൊക്കെ അണലി ഉള്ളതാണ് ശരിക്കും. എൻ്റെ ഒരു സുഹൃത്ത് അണലി കടിച്ച് അവിടെ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്തൊന്നും ഈ മഴ അല്ലെങ്കിൽ നീന്തൽ അല്ലെങ്കിൽ ഇതൊന്നും ദൈവം നമ്മളെ അറിയിക്കത്തില്ല. അതാണ് എൻ്റെ വിഷയം. അതായത് ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. കർത്താവിന് നമ്മുടെ കുറേ വാഗ്ദാനങ്ങളുണ്ടേ. നിങ്ങളെ സർപ്പങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടില്ലേ, നിങ്ങളെ സർപ്പങ്ങളെ കയ്യിലെടുക്കും, നിങ്ങൾ ഉപദ്രവിക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഒന്നും, അതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്, അത് ദൈവം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കളയും. നമ്മൾ ആ സമയത്ത് അണലയെക്കുറിച്ച് ചിന്തിക്കണില്ല, മഴയെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ നമ്മൾ വീഴുമോ അങ്ങനെയൊന്നും ചിന്തിക്കണില്ല. അപ്പോൾ നമ്മളെ ചിന്തിപ്പിക്കാതെ, നെഗറ്റീവ്സ് ഒന്നും ചിന്തിപ്പിക്കാതെ ദൈവം മാരകമായി എന്ത് കഴിച്ചാലും നിനക്ക് ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞില്ലേ. ഈ മാരകമായി ഒന്നും നമ്മളെ കഴിപ്പിക്കാൻ പോലും ദൈവസാധനത്തെക്കുറിച്ച് ഓർപ്പിക്കാതെ നമ്മൾ സ്പോട്ടിൽ ചെല്ലുക. അതാണ് ഈ പ്രാർത്ഥന ഗുണം. അപ്പം നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമല്ല. പ്രാർത്ഥന ഒരു ജീവശ്വാസം പോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ജീവിതത്തിൻ്റെ ഒരാളായിട്ട് മാറിയാൽ ഇതുപോലെയുള്ള സമയം വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കും. എന്താണ്? ആൾക്കാർ ഓടിക്കൂടായിരിക്കാം, മഴ പെയ്ച്ചു, അണലിയും പാമ്പൊക്കെ കൊണ്ടുള്ള സ്ഥലത്ത് കൂടി എന്നെ അത് അറിയിക്കാതെ കൊണ്ടുപോയി ഈ ട്രാക്ടർ കയറിയാണ് കറക്റ്റ് സ്പോട്ടിൽ വന്ന് ആ സമയത്ത് കുഞ്ഞുചേട്ടൻ ഇയാളെ ഉഴുത്
ഞാൻ നടന്നതിൻ്റെ കൂടെ അയാൾ ഫോട്ടോ എടുത്ത് കോടതി കൊടുത്ത്, കോടതി വസ്തു അളക്കാൻ തീരുമാനിച്ചു. അളന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ രേഖ കൊണ്ട്, കാര്യം കോടതി അത് പോക്കുവരെ ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് ആദ്യം അനുവാദം കിട്ടിയിരുന്നു. നമ്മുടെ രേഖ കൊണ്ട്. പിന്നെ അളവിൻ്റെ പ്രശ്നത്തിലേ ഉള്ളൂ കുഴപ്പം വരുന്നത്. അപ്പം അതിന് അളവ് വെച്ചു. അപ്പോൾ പെട്ടെന്ന് കാര്യം ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. പക്ഷെ നമ്മളെപ്പോഴും നിങ്ങൾ ഈ നടക്കാത്ത കാര്യം എന്ന് പറയുമ്പോൾ ഒന്ന് അത് നടക്കത്തില്ലെന്നല്ല, ദൈവത്തിനെ കൊണ്ട് നടക്കും. എങ്ങനെയാണ് ഇപ്പം നമുക്കെന്താ വിചാരിക്കണേ? കാര്യം കാണാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ അടുത്ത് പോവുകയും അത് കഴിയുമ്പോൾ പിന്നെ വെള്ളവെടിയും തോന്നിവാസവും പോക്കൃത്വമൊക്കെ ആയിട്ട് ജീവിച്ചാൽ ദൈവത്തെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുക്കണം. അതാണ് ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിപരമായ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിനെ ആശ്രയിക്കുന്നു, ദൈവത്തിനെ കൊണ്ട് ജീവിക്കുന്നു. അത് ആ ദൈവത്തിൻ്റെ ആനുകൂല്യത്തിന് വേണ്ടിയല്ല, അത് ദൈവത്തിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞുള്ള ഒരു റിലേഷൻസ് നർച്ചർ ചെയ്ത് രൂപപ്പെടുത്തിയെടുത്താൽ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റും. ഇതുപോലുള്ള എല്ലാ ജീവിത പ്രശ്നങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ദൈവമഹത്വത്തിനായി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയും ഈശോയും തിരഞ്ഞെടുത്തതിന് ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകം 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് ജിമ്മി ജോസഫ്. ഇത് എൻ്റെ ഭാര്യ ലിറ്റി. ഇത് എൻ്റെ മൂത്ത മകൻ ജോസഫ്. രണ്ടാമൻ ഫ്രാൻസിസ്. ഞങ്ങൾ വരുന്നത് പാലായിൽ പ്രവിത്താനം സെൻറ്റ് അഗസ്റ്റീൻസ് ഫൊറോനാപ്പള്ളി ഇടവകയിൽ നിന്നാണ്. ഞങ്ങൾ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2024 ഫെബ്രുവരി 25 അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത്. എന്നാൽ ഞങ്ങളിവിടെ വരുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഇവിടെ നടക്കുകയായിരുന്നു. ഉടമ്പടി ധ്യാനം കൂടിയ ഞങ്ങൾക്ക് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇവിടെ വന്നാൽ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ എന്ന് മനസ്സിലാകുകയും ഞങ്ങൾ അന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ 6 മണി കഴിഞ്ഞിരുന്നു. പല ബസ്സുകൾ കയറി ഞങ്ങൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ രാത്രി 10 മണിയായിരുന്നു. ഏതെങ്കിലും ഒരു ബസ് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ ബസ്സിന് വേണ്ടി നോക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കൂടെ തന്നെ പോകുന്ന ബസ് അവിടെ 5 മണിക്ക് പോകേണ്ട ബസ്സാണ്. ആ ബസ് ഞങ്ങൾക്ക് വേണ്ടി 10 മണി സമയത്ത് രാത്രി കോട്ടയം ബസ് സ്റ്റാൻഡിൽ കാത്തു കിടക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അത് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക ഇടപെടലാണെന്നും ഞങ്ങളുടെ കാര്യം അമ്മ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. രണ്ടാമത് ഞങ്ങളുടെ കുട്ടികളുടെ പഠനകാര്യങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരുന്നു. എൻ്റെ പേര് ജോസഫ് ജിമ്മി. ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് 2018 2018 പറയുമ്പം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് 9 കൊല്ലമായ സമയമായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഞങ്ങൾ 3 വീടിന് അഡ്വാൻസ് കൊടുത്തു. ഒരെണ്ണം കേസിലായി, 2 തന്ന ആൾക്കാർ തന്നെ തരില്ലെന്ന് പറഞ്ഞു അവസ്ഥയിലായി. അപ്പം അങ്ങനെ നിൽക്കുന്നൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. പല ധ്യാന കേന്ദ്രങ്ങൾ കാണും, അല്ലെങ്കിൽ പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന പോലെ എന്ന സമയത്ത് അങ്ങനെ പലയിടത്തും കൊടുക്കുന്നു. ആ സമയത്ത് അമ്മയുടെ ചേച്ചി പറഞ്ഞ് ഞങ്ങളിവിടെ കൃപാസനത്തിൽ ലൈറ്റ് ക്യാൻഡിൽ പെർ റിക്വസ്റ്റ് ഇടാം, അങ്ങനെ അവസരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വലിയ ബുദ്ധിമുട്ടില്ല, ഓൺലൈനിൽ കൊടുത്താൽ മതി. അപ്പോൾ ഓൺലൈനിൽ ഞാനും അമ്മയും കൂടെ ഇരുന്നാണ് കൊടുക്കുന്നത്. അപ്പം അത് കൊടുക്കുന്നു. ഞങ്ങളുടെ നിയോഗമായിട്ട് വീടിൻ്റെ കാര്യം പറയുന്നു. അത് കൊടുക്കുന്നത് 11/1/2018 3 ദിവസം 2-3 ദിവസം ഞങ്ങൾക്ക് ഇവിടുന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ഞങ്ങൾ ചെല്ലുന്നു. പക്ഷേ എനിക്ക് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ നിന്നുള്ള സ്ട്രീമിംഗ് ഒക്കെ കണ്ടിട്ട് എനിക്കങ്ങനെ ദഹിക്കുന്നില്ല. ഇതെന്താ, ശരിയാണോ, എങ്ങനെയാണ്? അപ്പം പതുക്കെ ഞങ്ങളിന്ന് വലിഞ്ഞു. അങ്ങനെയൊക്കെ പോട്ടെ. അപ്പോൾ വരുന്നു. അപ്പം ഇനി അടുത്ത ആഴ്ചയിൽ അപ്പനെ മാതാവ് സംസാരിക്കുന്ന കേട്ടോ. അപ്പനെ കാര്യമായിട്ട് ഇതിനെപ്പറ്റി ഞങ്ങൾ അറിയത്തൊന്നുമില്ല. അപ്പനെ അങ്ങനെ മാതാവ് സംസാരിക്കുന്നതായിട്ടൊരു അനുഭവം ഉണ്ടാകുന്നു. ഉടൻ തന്നെ ഞങ്ങൾക്കൊരു വീട് കാണുന്നു. ഒരു പണിത് തീരാറായൊരു വീട് ഞങ്ങൾക്ക് ഒരുക്കിയിട്ടിരിക്കുക മാതാവ്. ആ സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് ദൈവിക ഇടപെടൽ തന്നെയാണ്. പക്ഷേ കൃപാസനം മാതാവാണെന്ന് ഇടപെട്ടാന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ അടുത്ത കാലത്താണ്. അതെന്ന് പറഞ്ഞാൽ
ഈ കറക്റ്റ് ഒരു മാസം തികയുന്ന 10/2/2018 ഞങ്ങൾ കയറിത്താമസം നടക്കുക. അതിൻ്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളാണ്. രജിസ്ട്രേഷൻ്റെ സമയത്താണെങ്കിലും മറ്റ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പല പ്രശ്നങ്ങൾ കുരുക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം കറക്റ്റ് ആ ഒരു മാസം തികയുന്ന അന്ന് ഒരു പ്രശ്നം കൂടാതെ ഞങ്ങൾ പുതിയ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റും. അത് മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ മാത്രമാണ്. സമയ ചുരുക്കത്തിൻ്റെ മാതാവ് വന്ന് അവിടെ ഇടപെട്ടു. പിന്നെ ഇപ്പം അപ്പം പറഞ്ഞ പോലെ ഈ വീണ്ടും ഉടമ്പടിയിലോട്ട് വരുന്നത് ആ ഒരു സാഹചര്യം ഉണ്ടാകുന്ന അപ്പന് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു പണ്ട്. 2000 തൊട്ട് തുടങ്ങിയൊരു ബിസിനസ്സായിരുന്നു. അപ്പോൾ അപ്പനെ ഇടയ്ക്ക് സ്ഥാപനത്തിൽ വെച്ചൊരു അപകടം ഉണ്ടാകുകയും പിന്നെ അപ്പം കിടപ്പിലാവുകയൊക്കെ ചെയ്തു. ആ സമയത്ത് പാർട്ണറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി. ഒന്നും കിട്ടില്ലെന്നായി, ഷെയറൊന്നും കിട്ടില്ലെന്നൊരു സ്ഥിതിയൊക്കെ ആയി. പല പ്രശ്നങ്ങളാൽ ഭയങ്കര ബുദ്ധിമുട്ടിരുന്ന നെടുവേർപ്പെട്ടിരുന്ന സമയത്താണ് കൃപാസനത്തെ പറ്റി വീണ്ടും അറിയുന്നു. എന്നാലും പഴയതിനെപ്പറ്റി വലിയ ഓർക്കുന്നില്ല. വരുന്നു, അപ്പനും അമ്മ ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് ഉടമ്പടിയൊക്കെ എടുത്തിട്ട് പോകുന്നു. അപ്പം ആ സമയത്ത് അപ്പനും പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട നിയോഗമായിരുന്നു എൻ്റെ അനിയൻ്റെ പഠനകാര്യം, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കാര്യം. അപ്പം അത് കഴിഞ്ഞ് അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾക്കൊരു പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് അപ്പൻ ഒരിക്കലും ബിസിനസ്സിലോട്ട് ഇനി ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് തീരുമാനിച്ചിരുന്ന എല്ലാം മടുത്തു എന്ന് പറഞ്ഞ അവസ്ഥ ഇരുന്നപ്പോൾ അപ്പനൊരു ദിവസം ബൈബിൾ വായിക്കുമ്പം മാതാവ് വെളിപ്പെടുത്തി കൊടുക്കുക, ആ പഴയ പരിപാടികളൊക്കെ തന്നെ വീണ്ടും തുടങ്ങും. അങ്ങനെ തുടങ്ങുന്നു. അപ്പം അതിനൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം. അപ്പം ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ ചുമ്മാ ഞങ്ങൾ ചോദിക്കുക ഒരു ലോൺ കിട്ടുമോ. അപ്പം ഞങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഒന്നും കാണില്ല, എന്നാലും ചുമ്മാ ചോദിച്ചേക്കാം. അപ്പോൾ ലോൺ ഓഫീസർ തരില്ല, അങ്ങനെ ഞങ്ങൾക്ക് എടുക്കാനുള്ള യോഗ്യതയില്ല. ആ സമയത്ത് ചുമ്മാ ആ മാനേജർ എന്നത്തിന് അതിലൂടെ വന്ന് എനിക്കറിയത്തില്ല, മാനേജർ അയാളുടെ ക്യാബിനിൽ നിന്ന് വരിക, ഓഫീസറിൻ്റെ പുറകെ വശത്ത് നിൽക്കുന്നു. നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് എന്നാ വേണ്ട, എന്നാ പ്രശ്നം? നിങ്ങൾക്ക് തരാമല്ലോ, ഒരു കുഴപ്പമില്ല, തരാമെന്ന് പറയുന്നു. ഞങ്ങൾ വീണ്ടും അടുത്ത ദിവസം ലോണൊക്കെ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴും വീണ്ടും ലോൺ ഓഫീസർ തരില്ല. അപ്പോൾ മാനേജർ വീണ്ടും പറയുന്നു ഞങ്ങൾക്ക് തരാം. ഞങ്ങൾ അന്ന് ആ ലോണ് കിട്ടിയത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ ബിസിനസ് ഞങ്ങൾ തുടങ്ങാൻ ഒരു ചാൻസ് ഇല്ല, കാരണം അന്ന് പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ആ മാതാവിൻ്റെ പ്രത്യേകമല്ല, ആ മാതാവായിട്ട് ആ മാനേജർ ആ ക്യാബിനെ നിന്നിട്ട് വന്ന് അവിടെ വന്നത് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരു യുക്തിപരമായോ വേറെ രീതി നോക്കിയാൽ ഒരു ചാൻസ് അവിടെ ഇല്ല. അന്ന് മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് മാത്രം ആ ഒരു കൊല്ലം ഞങ്ങൾ കിട്ടിയിട്ടുള്ളൂ. അന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം. അന്ന് ഞങ്ങൾക്ക് നല്ലോണം മാതാവ് ഞങ്ങൾക്ക് ക്രമീകരിച്ച് വന്നു. പിന്നെ സാധനം മേടിക്കാനാണെങ്കിലും അത് വിൽക്കാനാണെങ്കിലും എല്ലാ ദിവസവും ഞങ്ങൾ മാതാവ് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ കൂടെ എങ്ങനെ വിൽക്കണം, എവിടെ വിൽക്കണം, ആർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെടുത്തി തരുന്ന പോലും മാതാവ് പല വ്യക്തികളിലൂടെ, നിസ്സാര വ്യക്തികളിൽ കൂടെ വരെ ഞങ്ങളൊക്കെ അത് മാതാവ് ക്രമീകരിച്ച് തരിക. ഇന്നും ഞങ്ങൾക്ക് ഞങ്ങൾ പണ്ട് ബിസിനസ് എങ്ങനെ നടത്തിരുന്നത് അതിനെ അന്ന് നോക്കിയാൽ സെറ്റപ്പെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അന്നായിരിക്കും പക്ഷെ വലുത്. പക്ഷേ അതിനേക്കാളും നല്ല ഹാപ്പി ആയിട്ട് നന്നായി എൻജോയ് ചെയ്യുന്നത് ഈശോയോടും മാതാവിനോടും കൂടെ നിന്ന് ഉടമ്പടിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇന്ന് ജീവിച്ചു പോരുകയാണ്. പിന്നെ ഇതോടൊപ്പം തന്നെയായിരുന്നു, ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കായിരുന്നു അനിയൻ്റെ പരീക്ഷ. എൻ്റെ പേര് ഫ്രാൻസിസ്. അപ്പൻ ഉടമ്പടി എടുത്ത് ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാനും ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ പരീക്ഷയുടെ സമയത്ത് ഇങ്ങനെ മാതാവ് പറഞ്ഞു തരുന്ന പോലെ നമുക്ക് തോന്നും. ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും ഉപ്പപ്പം പോക്കറ്റിലിട്ട് തരും. എന്നിട്ട് പരീക്ഷയുടെ സമയത്ത് ഈ ആൻസർ പേപ്പറിലൊക്കെ ഇട്ടുവിടും. പിന്നെ രാവിലെ തൈലം പൂശി നെറ്റി കുരിശ വരച്ച് വിടും. അങ്ങനെ മാതാവിൻ്റെ ഒരു ഇടപെടൽ മൂലം മാത്രമാണ് എനിക്ക് അങ്ങനെ +2 99% മാർക്ക് കിട്ടി. അതിൻ്റെ നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു വാഹനം ആവശ്യമായിട്ട് തോന്നി. പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾ അതുവരെയും പലതവണ നമ്മൾ കൊതിയൊക്കെ പറയുമല്ലോ, എവിടെയെങ്കിലും വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും മേടിക്കുന്ന കാണുമ്പോൾ നമ്മൾ പറയും ഒരു വാഹനമൊക്കെ മേടിക്കണം, നമുക്ക് പുതിയൊരെണ്ണം മേടിക്കണം എന്നൊക്കെ. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് മാതാവ് ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം അങ്ങ് ഒരുക്കി തരിക. അങ്ങനെ പെട്ടെന്നൊരു വണ്ടി മേടിക്കുന്നു, അത് പെട്ടെന്ന് തന്നെ കിട്ടുന്നു, അതിൻ്റെ കാര്യങ്ങളെല്ലാം പോകുന്നു. ഇന്നും അതിനൊരു കുഴപ്പമില്ലാതെ എൻ്റെ എമൗണ്ട് എല്ലാം ക്രമീകരിക്കും. ലോൺ അടയ്ക്കാനാണെങ്കിലും എല്ലാ മാസവും കറക്റ്റ് മാതാവ് എന്നുള്ള എമൗണ്ട് ഞങ്ങൾക്ക് റെഡിയാക്കി തരും. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ടെൻഷൻ പോലും വേണ്ടാന്നൊരു അവസ്ഥയില്ല മാതാവ് ഞങ്ങളതിനെ പരിപാലിച്ചുകൊണ്ട് വന്ന്. അതിനുശേഷം എനിക്ക് അപ്പൻ്റെ ഈ പ്രശ്നത്തിനിടയ്ക്ക് എൻ്റെ പല കാര്യങ്ങളൊക്കെ ഞാൻ പോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഒരു പ്രധാന പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഡിസംബർ 2023 ആ സമയത്ത്. അതിനുശേഷം അപ്പം ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ ഡിഗ്രി എക്സാം അവസാനത്തെ 2ാമത്തെ എക്സാം നടക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ കാര്യമായിട്ട് പഠിക്കാൻ പറ്റില്ല, കാരണം വീട്ടിലതാ സാഹചര്യം, മാനസികമാത്ര ലെവലൊക്കെ അല്ല ആ സമയത്ത്. എന്ന് പറഞ്ഞ് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പം അത് നേരിടാൻ വേറെ ആരുമില്ല, മാതാവും ഈശോയൊക്കെ ഉള്ളൂ എന്ന് ഈശോയോട് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് പോവുക. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങളെ മാതാവ് ഞങ്ങളെ പിടിച്ച് കൊണ്ടുവന്നതാണ് ഇവിടെ കൃപാസനത്തിൽ. അപ്പം ആ ഡിഗ്രി എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ജൂലൈയിലാണ് അടുത്ത ഫൈനൽ എക്സാം, ജൂലൈ സമയത്ത് അറ്റൻഡ് ചെയ്യുന്നു. അപ്പം ആ സമയത്ത് അപ്പനെ എനിക്ക് രാവിലെ തൈലം പൂശി തരും, എനിക്ക് ഉപ്പും പോക്കലിട്ട് തരും. ഞാൻ
അത് ഉടമ്പ നേർച്ച വസ്തുക്കൾ നമ്മൾ ഉപ്പും കഴിക്കും, വിശ്വാസപ്രമാണം ചൊല്ലി കഴിക്കും. ഞാൻ ആൻസർ പേപ്പറായാലും ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ഇട്ടിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യും. അപ്പം പരീക്ഷയെ കഴിഞ്ഞു. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അത്യാവശ്യം ഒന്ന് പാസ്സാണ്, തോറ്റു പോകരുത് എന്നൊക്കെ ഒരു ചിന്ത അന്നത്തെ. അപ്പം പല പല പ്രശ്നങ്ങളുടെ ഇടയ്ക്കായതുകൊണ്ട് അതുകൊണ്ട് ഒരു റിസൾട്ട് വന്നു. എനിക്ക് വലിയ കുഴപ്പമില്ല എന്നൊരു റിസൾട്ട് എനിക്ക് കിട്ടുന്നു. അത്യാവശ്യം ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല എന്നങ്ങ് പോകുന്നു. അതിനൊരു കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ഫെബ്രുവരി 19, 2025 ആയപ്പം ഞാൻ വിട്ട സാധനം ഞാൻ കോച്ചിങ്ങിന് വന്ന് ഈ കേന്ദ്ര സർക്കാർ ജോലികളുടെ കോച്ചിങ്ങിന് വേണ്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. വൈകിട്ട് വരുമ്പം എൻ്റെ സൈഡിൽ സീറ്റിലെ ചേട്ടൻ അവിടെ നിന്ന് എണീക്കുന്നു. അപ്പം ഞാൻ നിൽക്കുമായിരുന്നു, ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് ഞാൻ ഫോൺ എടുക്കും. ആ ഫോൺ എടുക്കുന്ന നേരെ എനിക്കൊരു മെയിൽ വരുന്നു. ആ സമയത്ത് എനിക്ക് വരുന്ന മെയിൽ വേണം പരസ്യത്തിൻ്റെ. ഞാൻ സാധനം നോക്കാറില്ല. പക്ഷേ അന്ന് എന്തോ എനിക്ക് ആ മെയിൽ എടുത്ത് നോക്കാൻ തോന്നുന്നു. മെയിൽ നോക്കുന്നു, എനിക്ക് കിട്ടിയ മെയിൽ ഇതായിരുന്നു: യുവർ നെയിം ഹാസ് ബീൻ റെക്കമെൻഡഡ് ഫോർ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡൽ ഫോർ സ്റ്റാൻഡിങ് ഫസ്റ്റ് ഇൻ ദ എക്സാമിനേഷൻസ് ഹെൽഡ് ഇൻ December 2025 ആൻഡ് June 2024. ഞാനും വിശ്വസിച്ചില്ല. കാരണം അന്ന് ഫേക്ക് മെസ്സേജുകളുടെ കാലമാണ്, എല്ലാവർക്കും അറിയാം ഫേക്ക് മെസ്സേജുകൾ ഇഷ്ടംപോലെ വരും. ഞാൻ വിശ്വസിച്ചു. എന്നാലും ഒരു സാധ്യതയുണ്ട്, പറഞ്ഞിരിക്കുന്നുണ്ട് ഡൽഹിക്കൊക്കെ ചെല്ലാനാ. അതിൽ വീട്ടിൽ ചെന്ന് ഞാൻ മാതാവിനോട് ആദ്യം ചെന്ന് നന്ദി പറഞ്ഞു. അതിനുശേഷം ഞാൻ ആ വീട്ടിൽ അമ്മയോടും അപ്പനോടൊക്കെ പറയുക. അപ്പം അവർ പോലും ശരിക്കും പറഞ്ഞാൽ വിശ്വസിച്ചില്ല സത്യം പറഞ്ഞു. കാരണം ഞാൻ എങ്ങനെ പഠിച്ചതെന്നും ഞാൻ എങ്ങനെ പരീക്ഷയ്ക്ക് പോയെന്നും എല്ലാ ദിവസവും ഇവർ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഞങ്ങൾ പിന്നെ അത് വെരിഫൈ ചെയ്തു, സാർമാരോടൊക്കെ ചോദിച്ചു. കുറച്ച് മെയിലൊക്കെ വരാണ്ടായിരുന്നു, എല്ലാം നോക്കി കറക്റ്റ് മെയിൽ. ഒരു കുഴപ്പമില്ല. മാർച്ച് 5-ാം തീയതി, അത് ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കുടുംബസമേതം ഡൽഹിക്ക് ഫ്ലൈറ്റിൽ പോകാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു, ഡൽഹിക്ക് ഫ്ലൈറ്റിലൊക്കെ പോകാമെന്നുള്ളത്. മാധവ് ഞങ്ങൾക്കത് സാധിച്ചു തന്നു. ഞങ്ങൾ പോകണോ പോകണ്ടോ, അതിലൊരാൾ പോയാൽ പോരെ, അങ്ങനെയൊക്കെ ഓർത്തോർത്തിരുന്നിട്ട് അവസാനം ഞങ്ങൾക്ക് 4 പേർക്കും അവിടെ ചെല്ലാനും ആ ഹാളിൻ്റെ അകത്ത് കയറാൻ എനിക്ക് മാത്രം അനുവാദമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം പരിപാടി തൊട്ട് മുമ്പ് മാധവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഹാളിൽ കയറി പരിപാടി പങ്കുചേരാനൊക്കെ സാധിച്ചു. അന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മുഖ്യ അതിഥി. അദ്ദേഹം മുഖ്യ അതിഥി എന്ന ചടങ്ങിൽ അന്നത്തെ IIT തിരുച്ചിറപ്പള്ളി ഡയറക്ടറായി നിന്ന് എനിക്ക് ഗോൾഡ് മെഡലും സർട്ടിഫിക്കറ്റും വാങ്ങിക്കുവാൻ എനിക്ക് സാധിച്ചു. അത് മാതാവിന് പ്രത്യേക അനുഗ്രഹമാണ്. കാരണം ഞാൻ ആ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ല. എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടല്ല, അത് മാതാവിൻ്റെ മാത്രം ഗ്രേസ് കൊണ്ട് മാത്രം. മാതാവുണ്ട് എന്നുള്ളതാണ് എൻ്റെ മെറിറ്റ്, അല്ലാതെ ഞാൻ പഠിച്ചതുകൊണ്ടോ എൻ്റെ കഴിവോ ഒന്നും അല്ല ആ സമയത്ത് എൻ്റെ മെറിറ്റ്. ഇന്നും അതെ. പിന്നെ അതിനുശേഷം സമയം വന്നു, ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി ജോലികൾക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരിക ജൂലൈയിൽ എയിംസിൻ്റെ ഒരു കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ. എയിംസ് അറിയാം, നമുക്ക് കേരളത്തിൽ എയിംസ് ഒന്നുമില്ല. അപ്പം ഞാനും ചുമ്മാ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നല്ലോ, നമുക്ക് വായിച്ച് നോക്കാം. വായിച്ച് നോക്കിയതിനകത്ത് കിടക്കുന്നു ഒരു പോസ്റ്റുണ്ട് ESIC എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ UD ക്ലർക്കായിട്ട് വേക്കൻസി ഉണ്ട്, കേരളത്തിലുണ്ട്. ആകെ മൊത്തം 16 വേക്കൻസി, അതിൽ 9 ജനറൽ കാറ്റഗറിക്ക് പറ്റും. അപ്പം തീർത്തും കുറച്ച് വേക്കൻസി ഉള്ളൂ. കാരണം ജനറൽ കാറ്റഗറിക്കാർ പരീക്ഷ എഴുതുന്നവർക്കൊക്കെ അറിയാം, ജനറൽ കാറ്റഗറിക്കാർക്ക് കയറാൻ ഇത്തിരി പാടാണ്. ബാക്കിയുള്ളവർക്ക് റിസർവേഷൻ എല്ലാം പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെക്കാളും മാർക്ക് ഉണ്ടെങ്കിൽ അവർ നമ്മുടെ സീറ്റും കൊണ്ടും പോകും. ഈ നമുക്കുള്ളതാണെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ള സീറ്റാണ്, ജനറൽ സീറ്റ് എന്ന് പറഞ്ഞാൽ അതവർ കൊണ്ടുപോകും, നമുക്ക് ആ സീറ്റ് കിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം ഞാൻ യുക്തിപരമായി ചിന്തിച്ചു. അന്ന് ഞാൻ യുക്തിയെ കൂട്ടിയാണ് ചിന്തിക്കുന്നത്. അപ്പം ഇല്ല, 9 വേക്കൻസി. ഞാൻ സാധനം കൊടുക്കുന്ന പരീക്ഷയ്ക്ക് 500, 100 അതൊക്കെ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അന്ന് ആ പരീക്ഷയ്ക്ക് 3000 രൂപ വേണം. അപ്പം അപ്പനമ്മ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കുന്നില്ല. ഞാൻ ചുമ്മാ തന്നെ 3000 രൂപ കളഞ്ഞ് ഞാൻ പോയി പരീക്ഷയ്ക്ക് പോകണം പൈസ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര പൈസ കളയുന്നത് കൊടുക്കുന്നില്ല. ഞങ്ങൾ ഉറപ്പിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ അവസാന ദിവസം എടുക്കാറായപ്പം ഞങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേരത്തെ ഒരു തവണ നോട്ടിഫിക്കേഷൻ വന്നെന്ന് പറഞ്ഞ് അറിയിച്ചായിരുന്നു. പക്ഷേ വീണ്ടും ലാസ്റ്റ് ഡേറ്റ് 31-ാം തീയതി ആണെന്നൊക്കെ പറഞ്ഞു. ഒന്നുകൂടെ മെസ്സേജ് വരും. അങ്ങനെ ഒരിക്കലും ഒരു പരീക്ഷയ്ക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾക്ക് വന്നിട്ടില്ല. അപ്പം അങ്ങനെ വരുന്നു. എനിക്കുള്ളൊരു വാണിംഗ് പോലെ എനിക്ക് തോന്നുക. ഞാനത് കൊടുക്കാം സംശയിച്ച് നിന്ന് ഞാൻ അവസാനം ലാസ്റ്റ് ഡേറ്റിൻ്റെ അന്ന് ഞാൻ ഫില്ല് ചെയ്യുക. കുറച്ച് നേരം എടുത്ത പ്രോസസ്സായിരുന്നു. അപ്പം അതെല്ലാം ഫില്ല് ചെയ്ത് സബ്മിറ്റ് നോക്കി. അപ്പം ഇനി പേയ്മെൻറ്റ് കൊടുക്കണം. ഈ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ല. ആ വിൻഡോ ക്രാഷാണ്. അപ്പം സമയം 5 മണി 6 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ. ആ സമയം വരെ ഞാൻ നോക്കി, പറ്റുന്നില്ല. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പം അമ്മയൊക്കെ എന്നോട് ചോദിച്ചു, എന്നാ പറ്റിയില്ല അല്ലേ? ഞാനോർത്ത് 3000 രൂപ ഇത്തരം മാതാവിന് അറിയാമല്ലോ, നമ്മൾ ചുമ്മാ പൈസ ഉണ്ടായി കളയുന്നതാണോ ഇല്ലയോ എന്ന്. അപ്പം പൈസ ചുമ്മാ കളയണ്ടെന്ന് പറഞ്ഞ് മാതാവ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സമ്മതിക്കാതിരുന്നായിരിക്കും ഞാൻ പറഞ്ഞു. പക്ഷെ അത്ഭുതം പോലെ മാതാവ് അത്ഭുതം തന്നെയാണ്. അടുത്ത ദിവസം എനിക്ക് എയിംസിൽ നിന്ന് മെസ്സേജ് വരിക, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു, പക്ഷേ പേയ്മെൻറ്റ് നടത്താൻ പറ്റാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുക ഡേറ്റ് എന്നും പറഞ്ഞു. ഒന്ന് ഈ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ, അന്ന് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സാധാരണ ഒരു ഇങ്ങനെ ഒരു എക്സാം കണ്ടക്ടിങ് ബോഡി സമ്മതിക്കുന്നതല്ല, പൊതുവേ ഇല്ല. വലിയ വിരളങ്ങളിൽ വിരളാവും അത്. അപ്പോൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കേണ്ട, അതിന് മുമ്പ് കൊടുക്കാറുന്നില്ല, അതിന് കുഴപ്പമില്ലായിരുന്നല്ലോ എന്നൊരു ചോദ്യം വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വന്നാൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്താൽ തന്നെ അവരുടെ സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും.
നോട്ടിഫിക്കേഷൻ ഇറക്കും എക്സ്റ്റെൻഡ് ചെയ്തെന്നും പറഞ്ഞു. പക്ഷേ ഇതങ്ങനെയല്ല. എനിക്ക് മാതാവ് എന്നെ അറിയിക്കാൻ വേണ്ടി അവരെ കൊണ്ട് അത് മെസ്സേജ് ചെയ്യിച്ചു. എനിക്ക് മെസ്സേജ് വന്നു, ഞാൻ അപ്ലൈ ചെയ്തു. കുറച്ച് ദിവസം 10-20 ദിവസം കഴിഞ്ഞപ്പം എക്സാമിന് ഞാൻ കാര്യമായിട്ടൊന്നും ഇതിനു വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. വേറെ എക്സാമൊക്കെ നടക്കുന്നുണ്ട് അതിന് വേണ്ടി. പക്ഷേ അതുമായിട്ട് നല്ല മാറ്റമുണ്ട്. അപ്പം ഞാനിതുകൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഒരു 2-3 മോക്ക് ടെസ്റ്റ് എടുക്കുന്നു. അത് മാത്രം. അതുകൊണ്ടൊന്നും ആവില്ലെന്ന് എഴുതുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് 2-3 മോക്ക് ടെസ്റ്റ് എടുത്തുകൊണ്ട് ഒരു പരീക്ഷയും ജയിക്കാൻ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് പരീക്ഷയുടെ അന്ന് അപ്പോൾ അപ്പൻ എന്നെ രാവിലെ കയറ്റി വിടും. അപ്പം കയറ്റി വിടുമ്പോൾ അപ്പൻ എനിക്ക് തൈലം പൂശി തന്ന് ഉടമ്പടി ഉപ്പും എനിക്ക് തന്ന വീടുന്ന്. അപ്പം ഞാൻ പോയി എറണാകുളത്ത് മാതാവിൻ്റെ പേരിലുള്ളൊരു സെൻറ്റർ, എക്സാം സെൻറ്റർ ആയിരുന്നു. ഞാൻ അവിടെ പോയി പരീക്ഷ എഴുതുക. ഉടമ്പടി ഉപ്പൊക്കെ ഞാൻ ആ സിസ്റ്റത്തിലൊക്കെ വെച്ചിട്ട് മാതാവിനെ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത്. പരീക്ഷ കഴിഞ്ഞപ്പം പരീക്ഷ പൊതുവെ എളുപ്പമാണ്. എനിക്ക് പരീക്ഷ എളുപ്പമാണെങ്കിൽ ഓൾ ഇന്ത്യ എല്ലാവർക്കും എളുപ്പമാണ്. അപ്പം ഞാൻ നോക്കി ഓൾ ഇന്ത്യ എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് മുകളിലായിരിക്കും, ഞാൻ പാസ്സാകില്ല. അത് തന്നെ ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ 500 വേക്കൻസി എല്ലാവരും ഓൾ ഇന്ത്യ മുഴുവൻ വിളിച്ചിരിക്കുന്നതിനകത്ത്. അപ്പം ഞാൻ കിട്ടില്ല എന്നൊക്കെ ഓർത്ത് ഇരിക്കുകയാണ്. ഒക്ടോബറിലൊരു റിസൾട്ട് വരുന്നു. ഞാൻ പാസ്സായിട്ടുണ്ട്. 10,000 പേരുടെ ലിസ്റ്റ് നിങ്ങൾ പെട്ടിട്ടുണ്ട്. 500-600 വേക്കൻസി ഉള്ളിടത്ത് 10,000 പേരുടെ ലിസ്റ്റ് താൻ പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് റിസൾട്ട് വന്നു. ഡിസംബർ ആദ്യത്തെ ആഴ്ച എനിക്ക് മെസ്സേജ് ഞാൻ ഇത് റിസൾട്ട് നോക്കിയൊന്നുമല്ല, വേറെ വഴിക്ക് വേറെ കാര്യം നോക്കി പോയപ്പോൾ ഇങ്ങനെ റിസൾട്ട് നടക്കുമ്പോൾ കാണുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഫയലെടുത്ത് നോക്കുക. എന്നിട്ട് എൻ്റെ റോൾ നമ്പർ ഞാൻ അടിച്ച് നോക്കുക. ഇപ്പോൾ കിടക്കുന്നു മാതാവിൻ്റെ സംഖ്യ കൂടി 167ാമത്തെ റാങ്ക് ഓൾ ഇന്ത്യ എനിക്ക് മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഇപ്പം 167ാമത്തെ റാങ്ക് ഓൾ ഇന്ത്യ. അപ്പോൾ എനിക്ക് വേണ്ടത് കേരളത്തിലാണ് അപ്പൻ ഉടമ്പടി വെച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്ക് കേരളത്തിൽ തന്നെ ഒരു കേന്ദ്ര സർക്കാർ ജോലി കിട്ടണമെന്നാണ് അപ്പൻ്റെ ഉടമ്പടി. അപ്പം എനിക്ക് കേരളത്തിൽ തന്നെ കിട്ടണമല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രിഫറൻസ് നമുക്ക് കേരളത്തിൽ തന്നെ വേണമെന്ന് കൊടുക്കാനുള്ള ഡേറ്റിൻ്റെ അന്ന് അപ്പനും അമ്മയ്ക്കും ഇവിടെ ഉടമ്പടി പുതുക്കാൻ പറഞ്ഞായിരുന്നു. അന്ന് അപ്പനും അമ്മയും വന്നപ്പോൾ ഞാൻ ആ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഞാനെടുത്ത് അപ്പൻ്റെ അമ്മേനെ കൊടുത്തു വിട്ടു. മാതാവിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ. അവർ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ കൊടുത്തു. ജാനുവരി 3-ാം തീയതി ആയപ്പം എനിക്ക് റിസൾട്ട് വന്നു. കേരളത്തിൽ ESIC തന്നെ എനിക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 3-ാം തീയതി ആയപ്പം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് തൃശ്ശൂരിലായിരുന്നു. തൃശ്ശൂർ ഞാൻ നേരെ വന്ന് ഇങ്ങോട്ടാണ്. മാതാവിനെ ഞാൻ കണ്ട് നന്ദി പറഞ്ഞു. കാരണം എനിക്ക് കിട്ടാതിരിക്കാൻ പല സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ കൊടുക്കാൻ തന്നെ ചാൻസ് ഇല്ലാത്ത, ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്ന പല ചോദ്യങ്ങളും ഞാൻ മിസ്സാക്കിയ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന നിസ്സാര ചോദ്യങ്ങളാണ് ഞാൻ അതിനകത്ത് ചെയ്യാതെ ഇട്ടിരിക്കുന്നത്. അല്ലാതെ തന്നെ അറിയാത്ത കുറേ ക്വസ്റ്റ്യനുണ്ട്, കുറേ നിസ്സാര ക്വസ്റ്റ്യനുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് അത്ര 167ാമത്തെ റാങ്ക് ഓൾ ഇന്ത്യ നൽകി. അത് മാതാവിൻ്റെ ഒപ്പിട്ടു. 7 എന്ന സംഖ്യ അതിനകത്ത് ചേർത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം 7-ാം തീയതി ആ 7 അവിടെ പതിപ്പിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. 3-ാം തീയതി കഴിഞ്ഞ് ഞാൻ 10-ാം തീയതി വന്ന് ഞാൻ ഇനി സാക്ഷ്യം പറയാനുള്ള തയ്യാറെടുപ്പ്. അപ്പം ഞാൻ ഉടമ്പടി എടുത്തു. 10-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു. ഇന്നലെ 27-ാം തീയതി വീണ്ടും 27-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ തൃശ്ശൂരിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഞാനിത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. വീട്ടിലെ അറിയാം, പിന്നെ തന്ന ഓഫീസിൽ അവർക്കും അറിയാം. അല്ലാതെ ഞാൻ വേറെ കൂട്ടുകാരോടോ നാട്ടുകാരോടോ മറ്റു വീട്ടുകാരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ പറയുള്ളെന്നും പറഞ്ഞ് ഞാൻ വന്നതാണ് ഇവിടെ. അത് ഈ 27-ാം തീയതി എന്ന സൈൻ വെച്ച്, അതും 27-ാം തീയതി വരേണ്ടതല്ലേ ഓർഡർ. 23-ാം തീയതിയാണ് ഈ ഓർഡർ ഇറക്കിയേക്കുന്നത്. ആ സൈൻ ചെയ്യേണ്ട ആൾ ഇന്നലെ 27-ാം തീയതിയാണ് സൈൻ ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് ഇന്നലെ ഓർഡർ കിട്ടുന്നത്. അങ്ങനെ മാതാവ് തന്നു തന്നെയാണെന്ന് മാതാവ് അവിടെ സ്റ്റീലടിച്ച് തന്നു. അങ്ങനെ 27 പതിപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ ജോലിയായി എനിക്കത് തന്നു. പിന്നെ ഞാൻ ഉടമ്പടി കാര്യങ്ങളിൽ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ പാലായിൽ മരിയ സദനം എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് മാനസിക വെല്ലുവിളി നടന്നാൽ മാനസിക പ്രശ്നങ്ങളുള്ള ആതിരാലയോ ആരും നോക്കാനില്ലാത്ത അങ്ങനെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ പോകും. അപ്പം പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും എന്നാൽ പോയേക്കാം. ഞാൻ അവിടെ പോയി ആൾക്കാരോടൊക്കെ സംസാരിക്കും. നമുക്ക് എന്നെ സംസാരിക്കും. ഞാൻ പൊതുവെ സംസാരിക്കുന്നതിനും അങ്ങനെ പ്രകൃതിയുള്ള മനുഷ്യനൊന്നും അല്ല. എനിക്കങ്ങനെ ഒരാളെ പെട്ടെന്ന് കണ്ട ഒരാളോട് സോപ്പിട്ട് സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാനങ്ങനെ സംസാരിച്ചിട്ടുമില്ല. അപ്പം ഞാൻ അവരോടൊക്കെ പോയി സംസാരിക്കുക. അവരൊക്കെ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുക. അവർക്കൊക്കെ എന്നോട് ഭയങ്കര താല്പര്യം. ഞാൻ സംസാരിക്കുന്നു, എനിക്ക് ഉള്ള മറുപടിയും കിട്ടുന്നു പറയാനുള്ള. ഞാൻ അവരോട് സംസാരിക്കുന്നു. അവിടെ എനിക്ക് പൊതുവെ ഇങ്ങനെ ഒരു വൃത്തി ഇല്ലാത്ത അല്ലെങ്കിൽ വേറെ മറ്റു ദുർഗന്ധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിൽക്കാൻ പാടാം. അവിടെ എന്ന് പറഞ്ഞാൽ നല്ല മണമല്ല. അപ്പം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ആ മണം അത് അവിടുത്തെ മണമല്ല, അത് ഈശോയുടെ മണമാണ്. ആ മണത്തെ നമ്മൾ സ്നേഹിക്കണം. എനിക്കൊരു കുഴപ്പമില്ല. അന്ന് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച തൊട്ട് എല്ലാ ഞായറാഴ്ച ഞാൻ പോകും. അപ്പം അപ്പനോടത്തി പോകും. അന്ന് അവരുടെ നഖമൊക്കെ വെട്ടും. അപ്പം അവിടെയുള്ള പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ കയ്യിൽ നഖം വെട്ടാനൊക്കെ ഇപ്പം കുറച്ച് ഉടമ്പടി എടുത്തവർ കുറേ പേര് വരും, അല്ലാതെ കുറച്ച് വോളണ്ടിയേഴ്സൊക്കെ വരും. പക്ഷെ കാലേലെ വെട്ടാൻ വരില്ല. കാരണം കാല് അത്ര രസമല്ല അവിടെ വെട്ടാൻ. അത് നല്ല ചെളിയൊക്കെ കാണും, പല പല വേസ്റ്റുകൾ കാണും. അങ്ങനെയുള്ളൊരു സന്തോഷം. നമുക്കൊരു കുഴപ്പമില്ല. ഞാനും അപ്പനൊക്കെ അത് വെട്ടും. അവരോട് നല്ല സന്തോഷം. അവർക്ക് ഞങ്ങളെ താല്പര്യമാണ്. ഞങ്ങൾ ചെല്ലുമ്പം അവർ ഓടി വരും.
എന്നിട്ട് വെട്ടാൻ വരും, ഞങ്ങളോട് സംസാരിക്കും. വെട്ടാനില്ലെങ്കിൽ പോലും അവരവിടെ സംസാരിക്കും. അവർക്ക് എല്ലാവരും വെട്ടൊന്നും ഇഷ്ടമല്ല. ഞാൻ എൻ്റെ നഖം എങ്ങനെ വെട്ടുന്നു അതുപോലെ തന്നെ എനിക്ക് അവരുടെ നഖം വെട്ടാൻ സാധിക്കുന്നുണ്ട്. അത് ഈശോയുടെ നഖം ഞാൻ എങ്ങനെ വെട്ടുന്നു അതുപോലെ തന്നെ എനിക്കത് ഈശോയെ കണ്ടുകൊണ്ട് എനിക്ക് വെട്ടാൻ മാതാവ് എനിക്ക് കൃപ നൽകിയേക്കാം. എനിക്ക് ആ മണവോ അവിടെ വൃത്തിയില്ലായ്മയോ ഒന്നും എനിക്കൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറില്ല. ഈ ഉടമ്പടിയിൽ ഞാൻ നിയോഗങ്ങൾ വെച്ചിരുന്നതാണ്. എൻ്റെ ഭാര്യ ലിറ്റിക്ക് ഒരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് 2 ആഴ്ച നീണ്ടു നിന്നു. ആദ്യമൊക്കെ തുടങ്ങിയപ്പോൾ ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെങ്കിൽ ക്ഷീണം കൂടി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോലും കൂടാൻ പറ്റാത്ത അവസ്ഥയായി. അന്ന് ഞങ്ങൾ 3 പേരും കൂടെ കൈവരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉടമ്പടി വസ്തുക്കൾ തേനും ഉപ്പും കൊടുക്കുകയും തൈലം വയറിൽ തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്ന് നിന്നതാണ്. പിന്നെ ഒരിക്കലും അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. പിന്നെ ലിറ്റിക്ക് ദേഹത്ത് നീര് വന്നിട്ട് കൈക്കും കാലിനും എല്ലാം വേദന, പെടലിക്കും ഒക്കെ വേദനയായിരുന്നു. ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും മാത്രം ഉപയോഗിച്ച് ഇന്ന് എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൈവക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുന്നു. പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ വാങ്ങിത്തന്നതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദികൾ പറയുകയാണ്. ആത്മീയ ജീവിതത്തിൽ കുർബാന, കുമ്പസാരം ഇവയെല്ലാം ആണ്ടിൽ 1 അല്ലെങ്കിൽ 2 കുമ്പസാരമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. നേരത്തെ ഞായറാഴ്ച മാത്രമാണെന്ന് ഞാൻ കുർബാനയിൽ പങ്കെടുത്തിരുന്നത്. പിന്നെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ ഞായറാഴ്ച മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരിക്കുകയും പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്യുന്ന. ഇപ്പോൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞാനിവിടെ വന്നപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ 2 കെട്ട് പാത്രമായിരുന്നു വാങ്ങിച്ചുകൊണ്ട് പോയത്. അത് എങ്ങനെ കൊടുക്കണമെന്നൊന്നും അറിയത്തില്ല, എങ്കിലും ഞാൻ മേടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. പിന്നീട് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ, വീടുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ ആണ് ഞങ്ങൾ ഇപ്പോൾ 4 കെട്ട് പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി ഞാൻ തന്നെ കൊടുക്കുന്നു. ജോസഫ് വേറെ കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ 2 ജപമാല റാലികളിൽ ഞങ്ങൾക്ക് കുടുംബസമേതം മുഴുവൻ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മാതാവിന് പ്രത്യേകം. കാരണം ഒരു ലെവൽ ആദ്യമൊക്കെ ഞാൻ ആദ്യത്തെ തവണ വന്നപ്പോൾ പാതി വഴി വന്നപ്പോൾ നിന്ന് പോകും, ഇനി മുമ്പോട്ട് പോകില്ല എന്ന് ഞാൻ ഓർത്തായിരുന്നു. പക്ഷേ ആ കറക്റ്റ് അവസാനം അർത്തിങ്കപ്പള്ളി ചെല്ലാനും അവിടെ ചെന്ന് പരിശുദ്ധ സ്വീകരിച്ച് ആ സമാപന ആശീർവാദം മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ അപ്പൻ എന്നെ തലേ ദിവസം ഭയങ്കര വലിയവേദനയായിരുന്നു. ഒട്ടും പറ്റില്ല. അപ്പൻ രാവിലെ ഒട്ട് കിടപ്പ് അതുപോലെ വലിയവേദനയായിരുന്നു. പക്ഷേ അന്നത്തെ ഡെയിലി ബ്രെഡ് ഞാൻ ഓർക്കുന്നുണ്ട്. ജോസഫ് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടേലും പോവുകയാണ്, അതിനുള്ള ആശീർവാദം നിങ്ങൾക്ക് തരുന്നു, അത് ശരിയായിട്ട് വരും എന്ന് അച്ഛനെന്ന് പറയുന്നുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ അങ്ങനെ പോകാത്തൊരു ഡോക്ടറെ അടുത്ത് പോകാനും പെട്ടെന്ന് അതിൻ്റെ ആ വേദന കുറയ്ക്കാനും അടുത്ത ദിവസം നല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജപമാലയിൽ പങ്കെടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ ഡെയിലി ബ്രെഡ് രാവിലെ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ അത് സ്റ്റാറ്റസ് ഇടുക ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ പള്ളി ഒരു ഫൊറോന പള്ളിയാണ്. അപ്പം രാവിലെ 5:30 ഞായറാഴ്ച ദിവസം കുർബാനയുണ്ട്. അപ്പോൾ ഒരു ദിവസം അപ്പനോട് അച്ഛൻ വന്ന് ചോദിക്കുക, എങ്ങനെ പിള്ളേരാരെങ്കിലും ലേഖനം വായിക്കുമോ? അപ്പം വായിക്കാമെന്ന് അപ്പം പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വായിക്കാം. ഞാനിതുവരെ പള്ളിയിൽ ലേഖനം വായിക്കാനും പോയിട്ടില്ല. കുർബാനയ്ക്ക് പണ്ടെന്നോ ഒരു കാലത്ത് ഒരു 3-4 ദിവസം അങ്ങനെ കൂടി കാണും. അങ്ങനെ ഞാൻ കൂട്ടിയിട്ടേ ഉള്ളൂ. എന്നെ അച്ഛൻ ഇടവകയിൽ ഇഷ്ടംപടി പിള്ളേരുണ്ട്. പിള്ളേർക്കൊക്കെ ഒരു ക്ഷാമം ഇല്ലാത്തൊരു സ്ഥലം. അപ്പം അവരൊന്നുമില്ല, ഞങ്ങളെ ഈശോ ഞങ്ങൾക്ക് വേണ്ടി, മാതാവ് ഞങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. അത് ലേഖനം വായിക്കാം. പിന്നെ ഇപ്പോൾ കുർബാനയ്ക്ക് എല്ലാ ഞായറാഴ്ച 5:30 ഞാനും ഉണ്ട്, അനീനും ഉണ്ട്. ഞങ്ങൾ 2 പേരും കുർബാനയിലും ശുശ്രൂഷകളായിട്ട് പങ്കെടുക്കുന്നു. എല്ലാം ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് അറിയാം. പണ്ട് ഇപ്പം അപ്പന് ഈ അപകടം സംഭവിച്ചെന്ന് പറഞ്ഞില്ലേ, അപകടം സംഭവിച്ചത് പോലും അത് മാതാവിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് വന്നു. കാരണം 2018 ഞങ്ങൾ മാതാവിനോട് അടുപ്പിച്ച് ഞങ്ങൾ മാതാവിനെ പിന്നെ അറിഞ്ഞില്ല, മാതാവ് തന്ന അനുഗ്രഹത്തെപ്പറ്റി അറിഞ്ഞില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുവരുന്നു. ആ പഴയ ബിസിനസ് അത്ര സുഖമൊന്നും അല്ലായിരുന്നു. ആ അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ന് ഇതുവരെ ഞങ്ങൾ അനുഭവിച്ചുള്ള സന്തോഷത്തോടെ ആനന്ദത്തോടെ ഞങ്ങൾ ജീവിക്കുകയാണ്. പിന്നെ തുടർന്നും ഇനിയുള്ള ജീവിതം മുഴുവൻ ഈ മാതാവിനോട് ചേർന്ന്, ഈശോയോട് ചേർന്ന് ഉടമ്പടിയിൽ വിശ്വസ്തയോടെ പാലിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനമാണ്. നമ്മുടെ പരിമിതികൾക്കപ്പുറം ദൈവത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. മരിയൻ ഉടമ്പടിയിലൂടെ സാധ്യമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ, പ്രശ്നങ്ങൾ,
വിശ്വാസത്തോടെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുത്തൻ വഴികളാണ് ഈശോയും അമ്മയും തുറന്നു തരുന്നത്. ദൈവവചനത്തിന് വിധേയമായ ഒരു ജീവിതം നയിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യത്തിലും ഇടപെടുന്നത്. അസാധ്യം സാധ്യമാക്കുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങളും വെളിപ്പെടുത്തി തരുന്നത്. പ്രശ്നങ്ങളിൽ നിരാശരാകാതെ പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ ഉടമ്പടിയിൽ സ്ഥിരതയോടെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി ലഭിക്കുന്നതായിട്ടാണ് നാം സാക്ഷ്യത്തിൽ കേട്ടത്. ജോസഫ് ജിമ്മി എന്ന സഹോദരനും കുടുംബവും ഒന്നിച്ചു വന്ന് ഒരു കുടുംബം മുഴുവനായിട്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. കുടുംബനാഥനാണ് ഉടമ്പടി എടുത്തത്. പിന്നീട് ഓരോ കാര്യം ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ വളരെ വലിയ ഒരു മാറ്റമാണ് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്തും നമ്മൾക്ക് തരുമെന്ന പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ഈ മക്കൾ പറഞ്ഞ കാരുണ്യ പ്രവർത്തികൾ ജോസഫ് അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വിശേഷവിധിയായിട്ട് ഈശോയ്ക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന്. ഈ മക്കൾ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ആ മന്ദിരത്തിൽ ചെന്നപ്പോൾ മറ്റുള്ളവരുടെ നെയിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ സ്മെല്ലാണ്. പക്ഷേങ്കിൽ ആ കാലിൽ നെയിൽ കട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേങ്കിൽ അച്ഛൻ മകന് പറഞ്ഞു കൊടുത്തത്, മോനെ അത് ഈശോയുടെ മണവാന്ന്. ഇതാണ് ഈ വിശ്വാസ കൈമാറ്റം. വിശേഷവിധിയായിട്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നു. ഈശോ അപ്പം മകൻ പറയണത്, ഇപ്പം ഞാൻ ഈശോയ്ക്ക് വേണ്ടിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഈശോയെയാണ് ഞാൻ അവരിൽ കാണുന്നത് എന്ന ആ വിശ്വാസത്തിലേക്ക് മകന് ഉയരാൻ സാധിച്ചു. ഇതൊക്കെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രമേ നാം കാണുകയുള്ളൂ. കാരണം ഈശോയ്ക്ക് വേണ്ടിയിട്ടും ആ സ്നേഹത്തെ പ്രതി ഈശോ നൽകുന്ന നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹം നമ്മളും ഈശോയോട് കാണിക്കുകയാണ്. ഓരോ വ്യക്തികളിലൂടെ സഹായിക്കുന്നതിലും അവരുടെ കൂടെ നിൽക്കുന്നതും ഈശോയുടെ സാന്നിധ്യം അവർ കൂടി മനസ്സിലാക്കാനും ഇവർക്ക് കിട്ടിയ അനുഗ്രഹം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിട്ട് മാറുകയാണ് ഇവരുടെ ജീവിതത്തിലൂടെ. അതുപോലെ തന്നെയാണ് 10,000 പേര് അവിടെ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഓൾ ഇന്ത്യയിൽ. പക്ഷേ ഈ മകനെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് ഉടമ്പടിയിലെ മകനായതുകൊണ്ടാണ്. അവർക്ക് ഒരു പ്രത്യേകതയാണ്. കാരണം അവർ മറ്റു വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തരാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയുമാണ് അവരെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. കേരളത്തിൽ 16 സീറ്റുകളിൽ 9 പേര് ആണ് ജനറലിലുള്ളത്. അതിലും ഈ മകനെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് ഉടമ്പടി ജീവിതത്തിൻ്റെ ആ വിശ്വസ്തതയുടെ ആ ആത്മാർത്ഥതയുടെ ആ വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. അത് തന്നെയുമല്ല, ഈ മക്കൾ ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഈശോയുടെ അമ്മയുടെയും ചേർന്ന് നിന്ന് കുർബാനയും കുമ്പസാരവും നേരത്തെ പോലെയല്ല, ഈ കുടുംബം മുഴുവനായിട്ട് ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് മുന്നോട്ട് നയിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലും. നിരാശകളുടെയും പരാജയങ്ങളുടെയും നിമിഷത്തിൽ നമുക്ക് ഓർക്കാം, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനമാണ്. ഈശോയിലും അമ്മയിലും കൂടുതൽ വിശ്വസിക്കുക. നമ്മുടെ ബലഹീനതകളും നിരാശകളും എല്ലാം ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ തുറന്നു തരാനും അസാധ്യങ്ങൾ സാധ്യമാക്കാനും എളുപ്പമുള്ള ഒരു വലിയ ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി. ആ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ തീഷ്ണതയുടെ മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജിമ്മി ജോസഫിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.